ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുപ്പതി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കോയമ്പത്തൂർ വഴിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരേക്ക് പോയി അവിടുന്ന് തിരുപ്പതിക്ക് ട്രെയിൻ കയറി പോവാട്ടോ ചെയ്തത്. അതായത് കോഴിക്കോട് നിന്ന് അനിയനും ഫാമിലിയും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും നേരെ കോയമ്പത്തൂരേക്ക് എത്തി. ഇവിടെ ഞങ്ങളും അങ്ങോട്ട് എത്തി. അങ്ങനെ ഒരു നൈറ്റിൽ രണ്ടുപേരും നൈറ്റിലാണ് എത്തി. നൈറ്റിലെത്തി പിറ്റേന്ന് രാവിലെ ഒരു 6 മണിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. പക്ഷേ 6 മണി ഒരു 10 മിനിറ്റ് ലേറ്റായി തോന്നുന്നു ട്രെയിൻ. അങ്ങനെ ഒരു ട്രെയിൻ അവിടെ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ കയറി. അങ്ങനെ പിള്ളേർ ട്രെയിനിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർ ഉറങ്ങി എഴുന്നേറ്റ്. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് കളിച്ചൊക്കെ ഇരുന്ന് അവിടെ പിള്ളേർ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 1:15 പിന്നെ ഇത് എത്തുക കേട്ടോ, തിരുപ്പതി എത്തുക. തിരുപ്പതി മലയല്ല, തിരുപ്പതി താഴെ മല കയറണം, ബസ് കയറണം കേട്ടോ. അങ്ങനെ 1:15 ആകുമ്പോൾ ഞങ്ങൾ ട്രെയിന് 1:15 കഴിഞ്ഞിട്ട് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല, മറന്നുപോയി. അങ്ങനെ അവിടെ എത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറണം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി തിരുമല കയറണം. തിരുമല കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മലേൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഇവരുടെ ചെക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് നമ്മുടെ ലഗേജസ് മൊത്തം അവിടെ ഇറക്കി. അവിടെ ഒരു സ്കാനറുണ്ട്, ആ സ്കാനറിലൂടെ കിടത്തി വിട്ടിട്ട് നമ്മളെയും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളോട്ട് അവർ കയറ്റി വിടുള്ളൂ. അങ്ങനെ അത് ഇറക്കി, ബസ്സിൽ നിന്ന് എല്ലാം ഇറക്കി. പിന്നെ ബസ് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഉള്ളോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നേരെ ഈ തിരുമല കയറുന്ന കേട്ടോ. തിരുമല ഒരു അരമണിക്കൂർ എങ്ങാണ്ടുണ്ട് ഈ കുന്ന് മൊത്തം കയറി പോവാട്ടോ. അങ്ങനെ രണ്ട് ഭാഗത്തും ഈ മല കയറുമ്പോൾ രണ്ട് ഭാഗത്തും നല്ല അടിപൊളി വ്യൂ ആണ്. മരങ്ങളും ഒരുപാട് കുന്നുകളൊക്കെ ആയിട്ട്. പിന്നെ കുരങ്ങന്മാരെ കണ്ടിരുന്നുണ്ട് കുറേ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി. ഈ ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നത് ഒരു വഴി, പോകുന്നത് വേറെ വഴി, രണ്ട് വഴി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിയെ മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. വരുന്ന വഴി ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി തിരുമല എത്തി. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ കാര്യമാണ്. റൂമിന് അവരുടെ ഓഫീസിലോട്ട് പോയിട്ട് നമ്മുടെ ഫോൺ നമ്പറും ആധാറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം ഞങ്ങൾ ചില സമയം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂറെങ്കിൽ സമയം എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ സമയം എടുത്തിട്ട് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. റൂം 2 ടൈപ്പ് റൂമുണ്ട്. നോർമൽ റൂമുണ്ട്, AC റൂമുണ്ട്. AC റൂമിന് 1000 രൂപയും നോർമൽ റൂമിന് 50 രൂപയും 100 രൂപയുണ്ട്. 2 ടൈപ്പ് റൂമുണ്ട് നോർമൽ. അങ്ങനെ ഞങ്ങൾക്ക് റൂം കിട്ടി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഫുഡൊന്നും കഴിക്കാതെ പോയിരുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല. അങ്ങനെ നേരെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അവിടെ സമയം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അങ്ങനെ റൂം കിട്ടി ഞങ്ങൾ നേരെ കുടിച്ച് മാറ്റി പിന്നെ ഞങ്ങൾ നേരെ ഇവിടോട്ട് പോയി. ദർശന സമയം ഞങ്ങൾക്ക് 8 മണിക്കാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിറ്റേ നിൽക്കണം കേട്ടോ. തലേ ദിവസത്തെ വീഡിയോ എന്ന് വെച്ചാൽ ദർശന സമയത്തിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ അത് അവിടേക്ക് ഫോൺ അലൗഡ് അല്ല. നമുക്ക് ദർശനത്തിന് കയറുമ്പോൾ ഫോൺ അലൗഡ് അല്ല. പുറമേയൊക്കെ നമുക്ക് ഫോൺ അലൗഡാണ്, പക്ഷേ ദർശനത്തിന് പോകുന്ന സമയത്ത് ഫോൺ അലൗഡ് അല്ല. മൊത്തം ഇലക്ട്രോണിക്സ് ഒരു ഐറ്റംസ് നമുക്കുള്ളോട്ട് കയറ്റിടാൻ പറ്റില്ല. ഇലക്ട്രോണിക് വാച്ച് വരെ അവർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാറ്റി വെക്കും. അങ്ങനെ ഞങ്ങൾ പുറമെ പിറ്റേന്ന് രാവിലെയാണ് തൊഴുത്. അന്ന് രാത്രി 12 മണിക്കാണ് ഞങ്ങൾ തൊഴുത്. ഉള്ളിൽ തൊഴുതിട്ട് 12 മണി കഴിഞ്ഞിരിക്കണ്. തൊഴുത് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തുമ്പോഴേക്ക് അങ്ങനെ ഞങ്ങൾ പുറമെ കർപ്പൂരം കത്തിക്കാനും ചന്ദനത്തിരി കത്തിക്കാണ്ടായിരുന്നു. പിന്നെ തേങ്ങ ഉടയ്ക്കാണ്ടായിരുന്നു. അതൊക്കെ ഉടച്ചതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നദാന ഹാളിലോട്ട് പോയപ്പോൾ അതിൻ്റെ മുന്നിലുള്ള കുറച്ച് വ്യൂ ആയിട്ട് അത് കുറച്ച് ചെടികളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് അന്നദാനമൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ പുറത്തോട്ട് ഇറങ്ങി. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ വീഡിയോയിൽ കാണാം. ഓക്കേ.